അപ്പൊ ഇത്ര നേരം സൈലന്റ് ആയിട്ടുള്ള യാത്രയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി വൈലന്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പൊ എന്താ പറയാ, ഇപ്പൊ ഞാൻ ട്രക്കിനകത്ത് വീടായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് 2 ദിവസം എന്ന് വെച്ചാൽ 1.5 പകലും 2 നൈറ്റും. ഈ 1.5 പകല് 2 നൈറ്റും ഞാൻ മൊത്തം ട്രക്കിന്റെ അകത്താണ്. എന്താ പറയാ, ഈ ട്രക്കിന്റെ അകത്ത് പോകുമ്പോഴുള്ള കാര്യങ്ങള്, അല്ലെങ്കിൽ നമ്മളേത് താമരി കയറുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് മെയിനായിട്ട്. ഞാൻ ഇപ്പൊ തന്നെ റോഡിൽ ഞങ്ങൾ രാവിലെ തന്നെ പുലർച്ചെ ഇറങ്ങിയത്. ഞങ്ങൾ ഇവിടുന്ന് 5 മണിക്ക് എന്തോ ഇറങ്ങി. 5 മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ടൈം 5:45 ഇരുട്ടാണ് ചെറുതായിട്ട്. പിന്നെ എന്താ പറയാ, വെളിച്ചം വന്നു തുടങ്ങിയിട്ടുണ്ട്. റോഡിൽ തന്നെ ഒരു പശു അത്തി ഇറങ്ങും. ശ്രദ്ധിക്കാണ്ട് ആൾക്കാർ അഴിച്ചു വിടുക, അങ്ങനെ വണ്ടികൾ തട്ടിപ്പോവും. അങ്ങനെ ഒത്തിരി പശുക്കൾ മാത്രമല്ല, നായ്ക്കള്, അതേപോലെ തന്നെ പല ജന്തുക്കള്. അപ്പം എന്താ പറയാ, തുടങ്ങി. അപ്പോൾ MP-ന്ന് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഹൈവേന്നൊക്കെ കയറിയിട്ട് പെട്രോൾ പമ്പ് കയറിക്കാണ് എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് എണ്ണ അടിക്കണം. അപ്പോൾ ആ ഒരു ക്യാപ്പിൽ ഞാൻ പല്ലൊക്കെ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പല്ലുണ്ടാക്കണം. ഇവിടെ എവിടെയോ വാഷ്റൂം ഉണ്ട്, തപ്പി കണ്ടുപിടിക്കട്ടെ. പിന്നെന്താ പറയുക, MP-യിലൊക്കെ നല്ല പ്രത്യേകതരം കാഴ്ചകളാട്ടോ. എന്താ പറയുക, നല്ല കിടിലം കാഴ്ചകളാണ്. രാവിലെ തന്നെ ഒരു മൊന്ത എടുത്ത്, എത്ര പോകുന്നൊരു മൊന്ത, അത്ര പോകുന്നൊരു മൊന്ത മതി ഇവിടുത്തെ ആൾക്കാർക്ക് ബാത്റൂം പോവാ. അത്ര പോകുന്നൊരു മൊന്ത എടുത്തിട്ട് അതിലിത്തിരി വെള്ളം, അത് നേരെ എടുത്തിട്ട് നേരെ ഒരു പറമ്പിൽ പോകുന്നു. അവിടെ പോയിട്ട് പൊക്കുന്നു, ഇരുന്ന് എന്താ പറയുക, 2 പുല്ലുകൾ ഇങ്ങനെ തലോടുമ്പോൾ ഇങ്ങനെ പോയിക്കോളും. പിന്നൊരു കാര്യമില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തിട്ടുണ്ടാവും, ഞാൻ ഇതൊക്കെ തന്നെ ചെയ്ത്, പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നുമില്ല. 3 ദിവസം 1.5 പകലും 2 രാത്രിയും ഇതാ ഈ വണ്ടിയിലായിരുന്നു, ഇവൻ്റെ കൂടെ ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്, കിടത്തം, ഉറക്കം, എന്താ പറയുക, എല്ലാം ഇതിൻ്റെ അകത്താണ്. എന്താ പറയുക, ഒരു പ്രത്യേകതരം ലൈഫായിരുന്നു. പിന്നെ പോകുന്ന സ്ഥലങ്ങളിലുള്ള ആൾക്കാർ എല്ലാവരും എന്താ പറയുക, ഒരുമാതിരി ഒക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ ഇതാണ് 2 ദിവസത്തെ എൻ്റെ ബംഗാവ്. അപ്പോൾ ഇതിലായിരുന്നു എൻ്റെ എല്ലാ കലാപരിപാടികളും, ഉറക്കം പറയണ്ടല്ലോ, ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ചലിക്കാനുള്ള പരിപാടി നോക്കണം. ഇപ്പോൾ ബാത്റൂമിൽ കൊണ്ട് പോകാൻ വേണ്ടി നിർത്തിയതാണ്. പിന്നെ വെള്ളം എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടികൾ. 1 2 3 4 ആള് ഓടി വരുന്നു. ആള് ഓടി പറഞ്ഞപ്പോ രാവിലത്തെ ഫുഡ് അടിക്കാൻ വന്നിക്കുക. എന്താ പറയാ, ഒരു പുതിയൊരു ധാബയിലാണ്. ഈ കാണുന്നൊക്കെ ഉണ്ടല്ലോ, ഈ കാണുന്ന ടീംസൊക്കെ ഇവരുടെ KK ലോജിസ്റ്റിക്സിൻ്റെ ആണ്. മൊത്തം വണ്ടികളാണ് ഈ കാണുന്ന, ഓരോ വണ്ടികളാണ്. 1 2 വണ്ടികളൊന്നുമല്ല, ഒത്തിരി വണ്ടികളുണ്ട്. ഇതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്ന ധാബ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പങ്കാളികളെ കണ്ടു ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങും. നമ്മുടെ പയ്യാട്ടോ. എല്ലാരും ഉണ്ട്. എനിക്ക് കിട്ടിയൊരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KK ലോജിസ്റ്റിക്സ്. അപ്പോൾ ഇതാ അപ്പോൾ
എനിക്ക് കിട്ടിയ കമ്പനി എന്ന് പറഞ്ഞാൽ KK ലോജിസ്റ്റിക്സ്. അപ്പം ഞാനാ കാണിച്ചെന്ന ഭായിമാരുണ്ടല്ലോ ആ വീഡിയോയിലൊക്കെ, അപ്പോൾ അവർ മൊത്തം അവരുടെയാണ്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ആദ്യമേ എപ്പോഴും ഞാൻ ഒരു വണ്ടിയിൽ തന്നെയാണ് ഇങ്ങനെ മാറി മാറി കയറുന്നൊന്നുമില്ല. ആ പയ്യാണ് എനിക്ക് നിൽക്കുന്നത്. ഇപ്പോൾ ഞാനതാ എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടു, അവർ വീഡിയോ ഒക്കെ എടുത്തു, നല്ല നല്ല അടിപൊളി വീഡിയോസൊക്കെ എടുത്തു. എന്ത് തന്നെ കഴിഞ്ഞാലും പയ്യന്മാർക്കും അതേപോലെ തന്നെ ഇതാ KK ലോജിസ്റ്റിക്സ്, KKL ആണ് തോന്നുന്നു, KKL ലോജിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക ബൈക്കിൻ്റെ പാർട്സ് കൊണ്ടുവന്നാണ്. എവിടേക്ക്? ചെന്നൈ ടു നേപ്പാളിലേക്ക്, ചെന്നൈ ടു നേപ്പാളിലേക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ ഇത് കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, നമ്മൾ ഏതെങ്കിലും പയ്യന്മാരുണ്ടാവും അവരൊക്കെ കയറ്റി വിടാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ശരി പറഞ്ഞു. ഇത് ഹൈവേയിലാട്ടോ, ഹൈവേയിൽ എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ സ്ഥിരമായിട്ടുള്ള കടകളാണ്. അപ്പോൾ ബോട്ടിലുകൾ ഇങ്ങനെ അഴിച്ചിരിക്കും. അപ്പോൾ ഞാനിത് വെറുതെ എന്താ പറയുക ഒരു രസത്തിന് ഇങ്ങനെ ഭംഗിക്ക് വേണ്ടി വെച്ചാൽ വിചാരിച്ചു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിന് നിറച്ചും വെള്ളം, കുടിക്കാനുള്ള വെള്ളമാണ് ഇതിന് നിറച്ച് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് മൊത്തം കുടിക്കാനുള്ള വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ലോഡിങ് ആർക്കും പ്രായമൊക്കെ ഇവിടെ വന്നിട്ട് വെള്ളം വേണമെങ്കിൽ കുടിച്ചിട്ട് പോകാം. സ്ഥലപ്പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഇതിൻ്റെ പരിപാടി ഫുള്ള് ഹൈവേ ആണ്. അതുകൊണ്ട് സ്ഥലപ്പേരൊന്നും അറിഞ്ഞൂടാ. KK ലോജിസ്റ്റിക്സ് ഇവിടെ കമ്പനിയുടെ പേരാട്ടോ, KK ലോജിസ്റ്റിക്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും നേരത്തെ വീഡിയോയിൽ. ഇതൊക്കെ ഉണ്ടോ വെള്ളം പിടിക്കുന്നു. നമ്മുടെ ടീംസൊക്കെ പുറകിലേക്കുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരം നിന്ന് റസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ തോന്നണം, അറിയില്ല. ഇതൊക്കെ ഓരോ ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് ചിലപ്പോൾ 4-5 വണ്ടി വന്നു കഴിഞ്ഞാൽ റിട്ടേൺ അവിടുന്ന് നേപ്പാളിൽ നിന്ന് ഒരു 4-5 വണ്ടി ഇവിടെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതറിയണോ വണ്ടി അറിയില്ല കേട്ടോ. അപ്പോൾ അതേപോലെ അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ പോയിക്കൊണ്ടിരിക്കുക. എന്നോട് പറയുന്നത് നീ എപ്പോഴെങ്കിലൊക്കെ ഈ വഴി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്ക്, അപ്പോൾ നമ്മുടെ ഏതെങ്കിലും പയ്യന്മാരൊക്കെ ഉണ്ടാവും, നിനക്ക് ലിഫ്റ്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു ടീംസ് മൊത്തം തന്നെ ഉണ്ട്. എന്തുകൊണ്ടാണോ അവർക്ക് ഇങ്ങനെ കിട്ടിയത്? സാധാരണ ഒരാളല്ലേ കിട്ടുക, ഇതെന്താ പറയുക, ഇതൊരു അംഗമുണ്ട്. ഇപ്പം എന്നെ പറയാം, എന്നോട് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു പയ്യുണ്ടാവാൻ പറയാം, നീ എനിക്ക് കാര്യം ചെയ്തോ, നീ എൻ്റെ വണ്ടിയിൽ കയറി, നമുക്കിനി എൻ്റെ വണ്ടിയിൽ പോവാം, അടിപൊളിയായിട്ട് പോകാന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ അറിയില്ല, ഞാൻ വണ്ടി മാറാമെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ. വണ്ടി മാറുകയാണെന്നുണ്ടെങ്കിൽ ഇനി വേറെ ആളുടെ കൂടെ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചേരം ഈ വണ്ടിയിലാവും. ഇത് കുറച്ച് അങ്ങോട്ടാണെന്ന് തോന്നുന്നു. എന്താ പറയാ, കുറച്ച് ഇളക്കുള്ള ടൈപ്പാണ്. അപ്പൊ ഇത്ര നേരം സൈലന്റ് ആയിട്ടുള്ള യാത്രയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വൈലന്റ് ആവാൻ ചാൻസ് ഉണ്ട്, അറിയില്ല, നോക്കാം. എന്താ അങ്ങോട്ട് हमारे साथ जा रहा है, कोई दिक्कत नहीं है, रास्ता हमारे बहुत आसान है। मंजिल हम क्रॉस करने वाले हैं, ये टूल आ रहा है, टूल को हम क्रॉस कर जाएंगे, इसको नेपाल ले जाएंगे, नेपाल में अच्छा व्यू करवाएंगे, उसके बाद में बहुत मजा आएगा। अगले ब्लॉग में ഒരു പാൻ മസാലയുടെ കട തന്നെ ഉണ്ട്. എന്തൊക്കെയോ എടുത്തിട്ടുണ്ടോ, ഒരു പാൻ മസാലയുടെ കട തന്നെ നമ്മളിവിടെ ഈ വണ്ടി മേടിച്ചിട്ടുണ്ട്. ഒന്ന് മാമനോ മച്ചാനോ ആകുമ്പോൾ എനിക്കറിഞ്ഞൂടാ, അത് മാമ. ഓക്കെ, ഇത് കുബേർ കുഞ്ചി, ആ കുഞ്ചി അല്ല കേട്ടോ, കുബേർ. എൻ്റെ കൂടെ ഇപ്പം ഇരിക്കുന്ന ഈ പയ്യ ഉണ്ടോ, ആ പയ്യയുടെ വയസ്സ് എത്രയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടും. പയ്യയുടെ വയസ്സ് 19 വയസ്സാണ്. 19, ഇപ്പോഴത്തെ നിലവിലുള്ള വയസ്സ് 19. ഞാൻ കേട്ടപ്പോൾ ഞെട്ടി. 19 വയസ്സ്. ഇനി ഒരാളുണ്ട്, അവിടെ കല്യാണം കഴിഞ്ഞത് 15 വയസ്സിലാണ്. സോറി 15 അല്ല 14 വയസ്സിൽ. കാരണം 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് 14 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. ആ 14 വയസ്സിൽ കല്യാണം കഴിച്ച ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ പറയണേ, ഇപ്പൊ ഇവിടുത്തെ എന്താ പറയാ ദാബേലൊക്കെ നിർത്തുമ്പോ ആദ്യം പോയി കഴിഞ്ഞാൽ ഞാൻ നോക്കണത് വേറെ ഒന്നുമല്ല, എവിടെ ഉള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. ഉള്ളി, അതേപോലെ മുളക്, ഉപ്പ്, നാരങ്ങ. ഇതെല്ലാം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ പോയി ഇരുന്നിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട്
മുളക് മുക്ക ഉപ്പിന് മുക്ക കഴിക്കുക, അതേപോലെ നാരങ്ങ പിഴിഞ്ഞ് കഴിക്കുക, ഉള്ളി കഴിക്കുക. ഞാൻ ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന ധാബയിൽ പോണ്. എനിക്കിപ്പോൾ ഇത് ഓർമ്മ വന്ന് ഞാൻ എനിക്ക് കാണിച്ചു തരാം. അതിലുണ്ട്. അപ്പോൾ അടിപൊളി ഫുഡ് കഴിച്ചു, 3 റൊട്ടി കഴിച്ചു. അതുപോലെ തന്നെ 3 കഴിക്കുമ്പോൾ തന്നെ സെറ്റാണ് എനിക്ക്. അവരൊക്കെ 4 കഴിക്കും, 4, 5 കഴിക്കും. പക്ഷെ എനിക്ക് 3 കഴിക്കുമ്പോൾ തന്നെ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫുഡ് അടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. മധ്യപ്രദേശ് കഴിഞ്ഞു, ഉത്തർപ്രദേശ്. ഇനി ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ എവിടേക്കാ? നേപ്പാള്. 3 ദിവസം ഞാൻ ഈ വണ്ടിയിലാണ്. എൻ്റെ ഉണ്ണല്, ഉറങ്ങല്, എന്താ പറയുക, എല്ലാം മൊത്തത്തിൽ. എൻ്റെ ഫോണിലേടി, എൻ്റെ വീഡിയോസ് എഡിറ്റിങ് എല്ലാം. പിന്നെ നിങ്ങൾക്ക് ലാഗ് അടിപ്പിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം ഞാനിപ്പോൾ ഈ 2 ദിവസം ഇതിലിങ്ങനെ അടിച്ച് പൊളിച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല വൈബായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ യു പി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേപ്പാള്. അപ്പോൾ ഇപ്പോൾ നേപ്പാളെത്തട്ടെ, അവിടെ പോയിട്ട് അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പശുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ വണ്ടി ഓടിക്കാനുള്ള ഡ്രൈവർമാർക്കുള്ളതൊന്നുമല്ല. പശുക്കൾ ഇവിടെ റോഡിൽ, നടു റോഡിൽ കിടന്ന് അങ്ങോട്ട് വിശാലമായിട്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും 1, 2, 3, 4 പശുക്കളെ ചത്തു വീണത്. കാരണം ശ്രദ്ധിക്കുന്നില്ല. ഇതിനുള്ള ആൾക്കാരുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരും ഇല്ല. മരിച്ചു അത്രേ ഉള്ളൂ. അടുത്തൊക്കെ പെട്രോൾ പമ്പിലേ ഇവിടത്തൊക്കെ പെട്രോൾ പമ്പില് ഇവര് പെട്രോൾ സിസ്റ്റത്തിൽ മറ്റേ റീഡിങ് സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെന്താ പിടിച്ചടിക്കണതും എല്ലാം വണ്ടി ഓടിച്ചു വരുന്നവരാ. ഇവിടെ ഉള്ളവർക്ക് ഒരു ഇതുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ചെയ്ത് അവിടെ വെച്ച് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി അടിക്കലും പരിപാടിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അടിക്കാന്നുള്ളൊരു മൈൻഡാണ്. അവരവിടെ നോക്കിയിരിക്കും, ഇവരെ അടിക്കണം, ഇവര് പിടിച്ചടിക്കണം. നമ്മുടെ അവിടെ ഒന്നും അങ്ങനല്ല. നമ്മുടെ അവിടെ അടിച്ച് മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ട് കൊടുക്കും. ഇവിടെ ഒന്നും അങ്ങനല്ല. ഇവിടെ വെക്കാതെ ഇവിടെ മാറിയിരിക്കുക അവിടെ. അപ്പോൾ ഇവിടെ യു പി എത്തി. ഇനിയിപ്പോൾ ഇവിടെ വാരണാസിക്ക് 102 കിലോമീറ്റർ ഉള്ളൂ. ഞാനിങ്ങനെ ആയിട്ടില്ല. അവിടെ ഇറങ്ങണത് നോക്കട്ടെ, അവസ്ഥ അറിയില്ല. കുറച്ചുകൂടി ആയിട്ട് പ്ലാൻ ചെയ്യാം. 2 മൈൻഡായിട്ട് നിൽക്കുന്നുണ്ട്. 2 മണിക്കൂർ ഉണ്ടാവും. ആ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യാന്ന് വെച്ചിട്ട് കാണാം.